എല്ലാവർക്കും നമസ്കാരം. ഷഡാധാരങ്ങളോടുകൂടിയ ശിവലിംഗമാണ് നിലവിളക്ക് എന്ന് പറഞ്ഞാൽ നിലവിളക്ക് ശിവലിംഗത്തിൻ്റെ പ്രതീകമാണ്. അതിന് നടുക്ക് നിന്ന് മുകളിലോട്ട് ഉയർന്നു നിൽക്കുന്ന നാരായം ശിവലിംഗവും വിളക്കിലൊഴിക്കുന്ന എണ്ണധാരയും നിറഞ്ഞു കത്തുന്ന ദീപം ശിവചൈതന്യവുമാണെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ നാം അറിയാതെ നിത്യവും ശിവലിംഗ പൂജ തന്നെയല്ലേ ചെയ്യുന്നത്? എന്തൊരു മഹാഭാഗ്യം! നാം അറിയാതെ നമ്മെക്കൊണ്ട് എത്ര ഉത്കൃഷ്ടമായ കാര്യമാണ് ധിഷണശാലികളായ നമ്മുടെ പൂർവ്വ സൂരികൾ ആചരിപ്പിച്ചു വന്നത്. അവരുടെ ദീർഘവീക്ഷണത്തിനും ഉത്കൃഷ്ട ചിന്തയ്ക്കും മുമ്പിൽ തലകുനിക്കാതെ വയ്യ. അതോടൊപ്പം ശ്രേഷ്ഠമായ ഈ മഹാഭാഗ്യം അറിയാതെയാണെങ്കിലും ആചരിച്ച് അനുഷ്ഠിക്കാൻ സാധിച്ചതിലും നാം സന്തുഷ്ടരാകേണ്ടതല്ലേ? ഇത്രയും ശ്രേഷ്ഠമായ കർമ്മമാണ് എന്താണെന്നറിയാതെ നാം അലസമായി ചെയ്യുന്നത്. ശിവലിംഗ പൂജയാണെന്നറിയാതെ നിത്യവും ലിംഗപൂജ ചെയ്യുന്ന ഒരു ഉത്കൃഷ്ട സമൂഹത്തിലാണ് നാം എന്ന് ഓർക്കുമ്പോൾ അത് വഴിയൊരുക്കി തന്ന പൂർവികരായ ഋഷീശ്വരന്മാരെ അറിയാതെ തന്നെ നമിച്ചു പോകുന്നു. നിലവിളക്ക് കത്തിച്ച് അതിനു മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാം മറ്റെല്ലാം മറക്കുന്നു. മനസ്സ് ആ പരമാത്മാവിൽ കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ നിലവിളക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മൂലാധാര ചൈതന്യം സഹസ്രാരസത്തിൽ നിന്ന്. നിലവിളക്കിനെ കുറിച്ചുള്ള മറ്റൊരു വിവരണം താന്ത്രികമായതാണ്. മൂലാധാരവും സ്വാധിഷ്ഠാനവും മണിപൂരകവും അനാഹതവും വിശുദ്ധിയും ആജ്ഞയും അവസാനം സഹസ്രാരവും എല്ലാം വിളക്കിൽ ക്രമീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നിലവിളക്ക് ദേവൻ്റെ ഷഡാധാര ശരീരം തന്നെ. കാരണം വിളക്കുപൂജയിൽ ഷോഡശോപചാരം വിളക്കിനും നൽകാറുണ്ട്. വിളക്കിൻ്റെ ഏറ്റവും അടിയിലുള്ള ഭാഗം മൂലാധാരവും വിളക്കിൻ്റെ തണ്ട് സുഷുമ്നാ നാഡിയുമാണ്. എണ്ണത്തട്ട് സഹസ്രാര പത്മവുമാണ്. തെളിഞ്ഞു കത്തുന്ന ഓരോ ദീപത്തിരിയും സഹസ്രാര പത്മത്തിൻ്റെ ഓരോ ഇതളുകളാണ്. നടുക്കുള്ള നാരായം ശിവശക്തിയുമാണ്. എണ്ണയാണ് അമൃതം. ഇതും ഉത്കൃഷ്ടം തന്നെ. എത്ര ദീർഘമായ വീക്ഷണത്തോടെയാണ് നമ്മുടെ പൂർവാചാര്യന്മാർ ഓരോ കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ മനുഷ്യനും അവൻ്റെ ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യത്തിനും അവനെ ജാഗ്രത ആക്കുന്നു. അത് അവൻ്റെ കുണ്ടലിനി ശക്തിയുടെ ഒരു ചെറു ചലനമാണ്. കുണ്ടലിനി ശക്തിയുടെ ചെറു ചലനമില്ലാതെ ഒരു മനുഷ്യനിലും നല്ല ചിന്തയും നല്ല പ്രവൃത്തിയും ഉണ്ടാകില്ല. കുണ്ടലിനിയുടെ ചലനമില്ലാത്ത മനുഷ്യർ ശരിക്കും മൃഗസമാനമാണ്. അതായത് മനനം ചെയ്യുന്നവനല്ല എന്നർത്ഥം. മാത്രമല്ല മനുഷ്യനെ മനുഷ്യനാക്കാൻ തക്ക വിധമുള്ള ഊർജം ലഭിക്കുന്നത് കുണ്ടലിനിയുടെ ചലനത്താലാണ്. ക്ഷേത്ര ആരാധന എന്ന നമ്മുടെ